പ്രത്യേകമായൊരു അമൽ ഹബീബിൽ നിന്ന് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തരായി ഹബീബായി തങ്ങളോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, തങ്ങളോട് ഓരോരുത്തരായി അമലുകൾ വാങ്ങിപ്പോകാറുണ്ട്. അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ഞാൻ വന്നു എന്ന് മഹാനായ ബഷീർ ഇബ്നു ഖസാസിയ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം ഇമാം ഹാക്കിം എന്നവർ മുസ്തദറക്കിലും ഇമാമുന ബൈഹഖി എന്നവരും ഇബ്നു അസാകിർ തങ്ങളും അബൂ നഈം തങ്ങളും ഒക്കെ അവരുടെ ഹദീസ് കിതാബുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ബഷീർ ഇബ്നു ഖസാസിയ റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്തേക്ക് വന്നു. നബിയെ, ഞാൻ ബൈഅത്ത് ചെയ്യട്ടെ. എന്തൊക്കെയാണ് ഞാൻ ബൈഅത്ത് ചെയ്യേണ്ടത്? തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി നീ വിശ്വസിക്കണം, ഷഹാദത്ത് ചെയ്യണം. തുസല്ലിയ സ്വലവാത്തിൽ ഖംസി വഖ്തിഹാ, 5 നേരത്തെ നിസ്കാരം നിലനിർത്തണം. വ തുഅദ്ദിയ സകാത്തൽ മഫ്റൂള, ഫറലായ സകാത്ത് കൊടുത്തു വീട്ടണം. വതസൂമ റമളാന വതഹജ്ജൽ ബൈത്ത്, റമളാൻ നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, അല്ലാഹുവിന്റെ കഅബയെ ഹജ്ജ് ചെയ്യണം. വതുജാഹിദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിന് ഇറങ്ങേണ്ടി വന്നാൽ പോകണം. ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബഷീർ ഇബ്നുൽ ഖസാസിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയേ, കുല്ലൻ നുതീഖ്, എല്ലാം എനിക്ക് പ്രശ്നമല്ല, എല്ലാം എനിക്ക് കഴിയും നബിയെ. ഇല്ല സനതൈനി ഫലാ ഉതീഖുഹുമാ, 2 കാര്യം നബിയെ, ഇതിൽ എന്നെ കൊണ്ട് കഴിയില്ല, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാം. എന്താണ് കഴിയാത്തത്? സകാത്ത് കൊടുക്കാൻ. വല്ലാഹി മാലി ഇല്ലാ 10 ദൗദിൻ, നബിയേ 8-9 വയസ്സ് പ്രായമുള്ള 10 ഒട്ടകമാണ് നബിയെ എനിക്കുള്ളത്. ഹുന്നരിസുൽ അഹ്ലി, അതെന്റെ വീട്ടുകാർക്ക് പാല് എടുക്കാനുള്ളതാണ്. വഹമൂലത്തുഹുന്ന, അവരുടെ വാഹനവുമാണ് നബിയെ, അതുകൊണ്ട് ഞാൻ സകാത്ത് കൊടുക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. വഅമ്മൽ ജിഹാദ്, എന്നാൽ ധർമ്മസമരം, അതും എനിക്ക് കഴിയില്ല നബിയെ. ഫഇന്നി റജുലുൻ ജബാൻ, വലിയ പേടിയാ നബിയെ, ചോര കണ്ടാൽ ഞാൻ വിറക്കും, യുദ്ധം കണ്ടാൽ ഞാൻ പേടിക്കും, അതുകൊണ്ട് എനിക്ക് ജിഹാദും കഴിയില്ല. വയസുമൂന, അവര് പറയാറുണ്ട്, അന്നമൻ വല്ലാ ഫഖദ് ബാഅ ബിഗദബിൻ മിനല്ലാഹ്, യുദ്ധത്തിലേക്ക് വന്ന് പിന്തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപം കിട്ടുമല്ലേ നബിയെ, അതുകൊണ്ട് ഞാൻ ഓടും. പക്ഷേ ഓടിയാൽ അല്ലാഹുവിന്റെ കോപം കിട്ടൂലേ, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് വരൂല നബിയെ, എന്നെ കൊണ്ട് കഴിയൂല എന്ന് മഹാനായ ബഷീർ ഇബ്നുൽ ഖസാസിയ റളിയല്ലാഹു അൻഹു. വഅഖാഫു ഇൻ ഹദറൽ ഖിതാലു അൻ നഖ്ശഅ ബിനഫ്സി ഫഅഫിറ ഫഅബൂഅ ബിഗദബിൻ മിനല്ലാഹ്. ഫഖബല റസൂലുള്ളാഹി യദഹു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ ബഷീർ ഇബ്നുൽ ഖസാസിയയുടെ കൈ പിടിച്ചു. ആ കൈ പിടിച്ചിട്ട് കുലുക്കി നബി തങ്ങൾ. എന്നിട്ട് പറഞ്ഞു, യാ ബഷീറേ, ലാ സ്വദഖത വലാ ജിഹാദ, സ്വദഖയും നിങ്ങൾക്ക് സകാത്തും തരാൻ പ്രശ്നമാണ്, ജിഹാദ് ചെയ്യാൻ പേടിയുമാണ്. ഫബിമ ഇദൻ തദ്ഖുലുൽ ജന്ന, എങ്ങനെയാണ് പിന്നെ സ്വർഗ്ഗം കിട്ടുക ബഷീറേ എന്ന് പറഞ്ഞപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയെ, ഉബ്സുത് യദൈക, ആ കൈ അങ്ങ് നീട്ടിത്തരൂ നബിയെ. ഉബായിഉക, ഞാൻ ബൈഅത്ത് ചെയ്യുന്നു. നബി ഞങ്ങൾ കൈ നീട്ടി തന്നു. ആ കൈ പിടിച്ച് ഫബായഅതുഹു അലൈഹിന്ന, ഇനി എനിക്ക് പ്രശ്നമല്ല നബിയെ, പ്രശ്നമല്ല, ഞാൻ സകാത്തിനും ഒരുക്കമാണ്, ജിഹാദിനും ഒരുക്കമാണെന്ന് ബഷീർ ഇബ്നുൽ ഖസാസിയ തങ്ങൾ ഹബീബിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നബിയെ, ഇസ്തരിച് അലയ്യ ഫഅൻത അലമു ബിശ്ശർതി, നബിയെ അങ്ങ് പറഞ്ഞോളൂ ഞാൻ എന്താ ചെയ്യേണ്ടത്. ശൈഖിനോട് ചോദിക്കാൻ, അങ്ങ് എന്ത് പറയുന്നു ഞാനത് ചെയ്യാം നബിയെ, എനിക്ക് ബൈഅത്ത് വേണം. ഉബായിഉക അലാ അൻ തഅബുദല്ലാഹ വഹ്ദഹ, നീ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. വലാ തുശ്രിക ബിഹി ഷൈഅൻ, ശിർക്ക് ചെയ്യരുത്. വതുഖീമ സ്വലാ, നിസ്കാരം നിലനിർത്തണേ. വതുഅതിയ സകാ, സകാത്ത് കൊടുക്കണമേ. വതൻസഹൽ മുസ്ലിം, മുസ്ലിമീങ്ങൾക്ക് ഗുണം കാംക്ഷിക്കണമേ. വതബ്റഅ മിനശ് ശിർക്കി, ശിർക്കിലേക്ക് പോകരുതേ എന്ന് നബി തങ്ങൾ എന്നോട് പറയുന്നപ്പോൾ ബൈഅതുഹു, ഹബീബായ തങ്ങളോട് ഞാൻ ബൈഅത്ത് ചെയ്തു എന്ന് ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഉമൈമ ബിൻത് റുഖൈഖ ഖാലത്ത്, അവര് പറയുന്നു, അതൈതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു. ഈ ഹദീസ് ഇമാമുന തുർമുദി തങ്ങൾ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കിതാബുസ് സൈർ ബാബു ബൈഅത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ബൈഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഇമാമുന തുർമുദി തങ്ങൾ, ഇമാം നസായി തങ്ങൾ ബൈഅത്തുൻ നിസായിൽ ഇസ്നാദുഹു ഹസനുൻ,
നല്ല ഹസനായ ഇസ്നാദോടുകൂടെ തള്ളിക്കളയാൻ പറ്റാത്ത റിവായത്തിലായി 2 ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണത്. ഉമൈമ ബിൻത് റുഖൈഖ റളിയല്ലാഹു അൻഹ അതൈതു റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു. ഫീ നിസ്വത്തിൻ യുബായിഅന, നബിയോട് ബൈഅത്ത് ചെയ്യാൻ ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നിരിക്കുകയാണ്. നുബായിഉക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ഞങ്ങൾ അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നു നബിയേ. അലാ അല്ലാ നുശ്രിക ബില്ലാഹി ശൈആ, ശിർക്ക് ചെയ്യുകയില്ല നബിയേ. വലാ നസ്രിഖ്, മോഷണം ചെയ്യൂല നബിയേ. വലാ നസ്നി, ഞങ്ങൾ വ്യഭിചരിക്കൂല നബിയേ. വലാ നഖ്തുലു ഔലാദന, ഞങ്ങൾ ഭ്രൂണഹത്യയോ മക്കളെ കൊല്ലുകയോ ചെയ്യൂല നബിയേ. വലാ നഅതി ബിബുഹ്താനിൻ നഫ്തരി ബൈന ഐദീനാ വഅർജുലിനാ, ഞങ്ങളാരും കള്ളക്കഥകൾ ഉണ്ടാക്കില്ല നബിയേ. വലാ നഅസീക ഫീ മഅറൂഫ്, അങ്ങ് പറയുന്ന ഒരു നന്മയും ഞങ്ങൾ ചെയ്യാതിരിക്കില്ല. ഇത് ഞങ്ങൾ ഹബീബിനോട് ബൈഅത്ത് ചെയ്തു പറഞ്ഞപ്പോ ഖാല റസൂലുള്ളാഹ്, മുത്തനബി തങ്ങൾ പറയുകയാണ്, ഫീമസ്തതഅതുന്ന വതഖതുന്ന, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി. അവരൊക്കെ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അർഹമു ബിനാ മിൻ അൻഫുസിനാ, ഞങ്ങളെക്കാളും അല്ലാഹും റസൂലും ഞങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവരല്ലോ. ഹലുമ്മ നുബായിഉക യാ റസൂലല്ലാഹ്, ഞങ്ങൾ ബൈഅത്ത് ചെയ്യട്ടെ നബിയെ, കൈ അങ്ങ് നീട്ടിത്തരൂ എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞപ്പോ മുത്തനബി തങ്ങൾ കൈ നീട്ടി കൊടുത്തില്ല. ഹബീബായ നബി ഞങ്ങൾ പെണ്ണുങ്ങളെ തൊട്ടിട്ടില്ല. ഫഖാല, ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, പെണ്ണുങ്ങൾക്ക് ഞാൻ കൈ കൊടുക്കുന്നവനല്ല. ഇന്നമാ ഖൗലി ലിമിഅതി ഇംറഅത്തിൻ കഖൗലി ലിംറഅത്തിൻ വാഹിദ, നിങ്ങൾ ഒരാളോട് ഞാൻ പറയുന്നതും 100 ആളുകളോട് പറയുന്നതും വാക്കിലൂടെയുള്ള ബൈഅത്താണ്. അത് ഒരാൾക്കും 100 ആൾക്കും അത് മതി. കൈതൊടില്ല, ബൈഅത്ത് ചെയ്യാൻ കൈപിടിക്കില്ല. ഞാൻ എന്റെ ഭാര്യമാരെ അല്ലാതെ കൈപിടിക്കില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ വന്ന് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒറ്റക്കൊറ്റക്കൊക്കെയായി ബൈഅത്തുകൾ ഹബീബായ തങ്ങളുടെ മുമ്പിൽ നടന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരുപാട് ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ അമലുകൾ കൊടുക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ വഴിയിലേക്ക്, ഇഹ്സാനിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എവിടെന്നാണ് ഇൽമു കിട്ടുന്നത്? എവിടെന്നാണ് ഈ പവർ കിട്ടുന്നത്? എവിടെന്നാണ് മുറബ്ബിയായ ശൈഖന്മാർക്ക് അവരുടെ മുരീദന്മാരെ നോക്കിക്കാണാൻ കഴിയുന്നത്? മഹാനായ സയ്യിദ് അവറുകൾ നമ്മളോടൊപ്പമുണ്ട്. മഹാനായ നാസ്രഹി തങ്ങളവറുകൾ, ശിഹാബ് തങ്ങളവറുകൾ, മഹാനവറുകളുടെ ഗുരുനാഥനായ ഉസ്താദ് മഹാനവറുകൾ കോഴിക്കോട് വലിയ ഖാദിയാകുന്നതിന്റെ 10 വർഷങ്ങൾക്ക് മുമ്പേ മഹാനവറുകളോട് നിങ്ങൾ ഖാദിയാകാൻ പോകുന്നുണ്ടെന്ന് കാലേക്കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മഹാനായ തങ്ങളവറുകൾക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ടല്ലോ. അത്രയും വലിയ സൂക്ഷ്മതയിൽ ജീവിച്ചൊരു മഹാൻ. ഗസാലി ഇമാം പറയുമായിരുന്നു, ഇൻസഫത്ത് ഖുലൂബുക്കും, ഹൃദയം ശുദ്ധിയാവുകയാണെങ്കിൽ, ഖൽബ് വൃത്തിയാവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ മലക്കൂത്ത് നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരും. കദാലിക നുരി ഇബ്രാഹീമ മലക്കൂത്തസ് സമാവാതി വൽ അർദ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മലക്കൂത്ത് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞ പോലെ ഹൃദയം ഖൽബ് ശുദ്ധിയാകുമ്പോ പരസ്പരം ആളുകളോട് വെറുപ്പില്ലാത്ത, കറയില്ലാത്ത, ദഗീനയില്ലാത്ത, ഹസദില്ലാത്ത, കിബിറില്ലാത്ത, റിയാ ഇല്ലാത്ത, അല്ലാഹുവിന് ഇഷ്ടമുള്ള അൽ ഔസാഫുൽ ഹമീദ, റബ്ബിന് ഇഷ്ടമുള്ള സർവമാന ഗുണങ്ങളും ഹൃദയത്തിനുള്ളിൽ സമ്മേളിക്കുമ്പോൾ അല്ലാഹു അവന്റെ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മറ്റുള്ളവരുടെ കാണാത്തത് കാണാനുള്ള കഴിവ് കൊടുക്കും, നോക്കിക്കാണാനുള്ള കഴിവ്. ഇതിനാണ് കശ്ഫ് എന്ന് പറയാ. അള്ളാഹുവിന്റെ ഹബീബിനത് ഉണ്ടായിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ കശ്ഫിനെ നമ്മൾ മുഅ്ജിസത്ത് എന്താണ് വിളിക്കുക? അത് അള്ളാഹുവിന്റെ ഉലിയാക്കന്മാർക്കുണ്ടാകുമ്പോ നമ്മൾ കറാമത്ത് എന്ന് പറയും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോൾ നബി തങ്ങൾ ഞങ്ങളോട് മുഖം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഖീമൂ സുഫൂഫകും വതറാസു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇമാമിങ്ങളൊക്കെ പറയില്ലേ, അഖീമൂ സുഫൂഫകും വതറാസു, സ്വഫ് റെഡിയാക്കി നിർത്തണം, ഇടയ്ക്ക് ഗ്യാപ്പ് വരരുത്, ഷോൾഡർ ടു ഷോൾഡർ, എല്ലാവരും തോളോട് ചേർന്ന് നിവർന്ന് നേരെ നിൽക്കണം, സ്വഫ് വളയരുത്. നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിങ്ങൾ സ്വഫ് റെഡിയാക്കണം. ഫഇന്നി അറാകും മിൻ വറാഇ ളുഹ്രി, എനിക്കെന്റെ പിന്നിൽ നിന്ന് നിങ്ങളെ കാണാൻ കഴിയും. എന്റെ കണ്ണു മുമ്പിലാണ്, പക്ഷെ എനിക്ക് പിറകിൽ നിന്ന് നിങ്ങളെ കാണാൻ കഴിയും.
സ്വഫ് റെഡിയാക്കിക്കോളൂ, സ്വഫ് റെഡിയില്ലാത്തത് എനിക്കെന്റെ പിന്നിലൂടെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ വളരെ വലിയ മുഅ്ജിസത്തുള്ള മഹാനല്ല. അല്ലാഹു നബിയാക്കന്മാരിൽ മുഅ്ജിസത്തുകൾ ആയിരക്കണക്കിന് വന്ന നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുഅ്ത യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിൽ 3 സ്വഹാബിമാർ ഇസ്ലാമിന്റെ പതാകയേന്തി ഷഹീദാകുന്ന രംഗം. സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദായി, ജഅഫർ എന്നവർ ഷഹീദായി, ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഷഹീദായി, മൂസ. പിന്നെയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു മൂസയിലെ പതാകയേന്തുന്നത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാലെയാണ് അല്ലാഹു വിജയം നൽകുന്നത്. മൂസ എന്ന് പറയുന്നത് ഇന്നത്തെ മദീനയിൽ നിന്ന് 500-ലേറെ കിലോമീറ്റർ ജോർഡാനിന്റെ ഭാഗത്തേക്ക് നോർത്ത് വെസ്റ്റിലേക്ക് യാത്ര ചെയ്താൽ കിട്ടുന്ന 500-ലേറെ കിലോമീറ്റർ പോവണം. യുദ്ധം കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്കൊരു മെസ്സഞ്ചർക്ക് ആ വാർത്ത മദീനയിൽ വന്ന് പറയാൻ നേരമായില്ല. അപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചു കൂട്ടുന്നു. ഹബീബിന്റെ കണ്ണുകളിൽ നനവുണ്ട്. സ്വഹാബത്ത് മനസ്സിലാക്കി എന്തോ സങ്കടമുള്ള വിഷയമുണ്ട്. സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി മദീനയിൽ ബാക്കിയായവരെ എന്നിട്ട് പറഞ്ഞു, സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ് പതാക പിടിച്ചത്, അവർക്ക് വെട്ടേറ്റു, അവർ ഷഹീദായി. ജഅഫർ റളിയല്ലാഹു അൻഹു പതാക പിടിച്ചു, അവരും ഷഹീദായി. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്നവർ പതാക പിടിച്ചു, അവർക്കും അല്ലാഹു തആല ഷഹാദത്ത് കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോ ഹബീബിന്റെ ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ഒരു ഇമാറത്ത് നടന്നിട്ടില്ല, തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ആരെങ്കിലും നിയമിച്ചതല്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ആ വിഷയം ഏറ്റെടുക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ കയ്യാൽ അല്ലാഹു നമുക്ക് ഫത്ഹ് തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ മൂസയിൽ നിന്ന് ഒരാൾ പോലും മദീനയിലേക്ക് വന്നിട്ടില്ല വിഷയം പറയാൻ. ഗൈബായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ദൂരം കിടക്കുന്ന സംഗതി നിബിതങ്ങൾ പറയുകയാണ്. ഇതിനാണ് കശ്ഫ് എന്ന് പറയാ. അത് നിബിതങ്ങൾക്ക് നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ മുഅ്ജിസത്ത് എന്ന് പറയാ. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലല്ലയോ മഹാനായ മൂസ നബി അലൈഹിസ്സലാം, റസൂലും മുകല്ലമും കലീമുള്ളയായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയോടുകൂടെ യാത്ര പോയ സംഭവത്തിൽ ഖിദ്ർ നബി അലൈഹിസ്സലാമിന് മനസ്സിലാവുകയും എന്നാൽ മൂസ അലൈഹിസ്സലാമിന് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത ഗൈബിയായ വിഷയങ്ങളെ അല്ലാഹു ചർച്ച ചെയ്തില്ലേ? 3 വിഷയം: കപ്പൽ പൊളിച്ചത്, ആ കുട്ടിയെ കൊന്നുകളഞ്ഞത്, മതിൽ നേരെയാക്കി കൊടുത്തത്. ഗൈബിന്റെ വിഷയങ്ങളാണ്. കശ്ഫായിരുന്നു അത്. സ്വഹാബത്തിനത് ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുൽ കശ്ഫ് ഉണ്ടായിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ. ഹബീബായ നബി തങ്ങളുടെ കൂട്ടുകാരനും ആദ്യത്തെ ഖലീഫയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുമ്പോ സ്വന്തം മോൾ ആയിഷ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ഇന്നഹു ലൈസ ഫീ അഹ്ലി ബഅദി അഹബ്ബു ഇലയ്യ അഹദുൻ അഹബ്ബു ഇലയ്യ ഗിനൻ മിൻക. ആയിഷ, എന്റെ മരണശേഷം രക്ഷപ്പെടണം, നിങ്ങൾക്ക് ഐശ്വര്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കാൾ വേറെ ആരുമില്ല ആയിഷ. വലാ അഅസ്സ അലയ്യ ഫഖറൻ മിൻകി വഇന്നി കുൻതു നഹൽതുകി. ആയിഷ ബീവി, നിങ്ങൾക്ക് ദാരിദ്ര്യം വരരുത്. ആ മദീനയുടെ ആലിയ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഈത്തപ്പന തന്നിട്ടില്ലേ? ആ ഈത്തപ്പന കായ്ച്ച് തമ്രാകുന്ന സമയത്ത് നിങ്ങൾ എടുത്തേക്കണം. അത് ഇന്നമാ ഹുവ മാലുൽ വാരിഥി, അത് അനന്തരമെടുക്കുന്ന ആളുകളുടെ സ്വത്താണ്. സിദ്ദീഖ് തങ്ങൾ വഫാത്തായിട്ടില്ല. വഫാത്തായാല അനന്തരമെടുക്കുന്ന സ്വത്ത് എന്ന് പറയാ. വഫാത്തായിട്ടില്ല. ഇന്നമാ ഹുവ മാലുൽ വാരിഥി വ ഇന്നമാ ഹുമാ അഖവാക വ ഉഖ്താക. ആയിഷ ബീവി, നിങ്ങൾക്ക് 2 സഹോദരിമാരും 2 സഹോദരന്മാരും ഉണ്ടല്ലോ, നിങ്ങളത് ഓഹരി വെച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മരിക്കുകയാണെന്നും എന്റെ മരണശേഷം ഇത് അനന്തര സ്വത്തായി പോകുന്നു. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, 2 സഹോദരന്മാർ ശരി തന്നെ, പക്ഷെ എനിക്ക് ഒരു സഹോദരിയല്ലേ ഉള്ളത്, അസ്മാ ബീവി എന്ന ഒരു സഹോദരിയല്ലേ ഉള്ളത്. എവിടെയാണ് ഉപ്പ? 2 സഹോദരിമാർ, രണ്ടാമത്തെ ആളെവിടെ എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദാതു ബത്നി ബിനതി ഖാരിജ, എന്റെ ഭാര്യ ഇബ്നത്തു ഖാരിജയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞുണ്ട്, ഞാൻ മരിക്കാൻ പോകുന്നു, എന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ.
ഇബ്നത്തു ഖാരിജ അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഖദ് ഉൽഖിയ ഫീ റൗഇ അന്നഹാ ജാരിയ, ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഫസ്തൗസി ബിഹാ ഖൈറാ, ആയിഷ അത് നിങ്ങളുടെ ഒരു കൊച്ചു സഹോദരിയായിരിക്കും, അവരോട് നല്ല നിലക്ക് പെരുമാറണമേ. ഫവലദത് ഉമ്മ കുൽസൂം, ആ കുഞ്ഞിനാണ് പിന്നെ ഉമ്മു കുൽസൂം എന്ന് പേരിട്ടത്. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പ്രസവിക്കാനായിട്ട് പോലുമില്ല. എന്നിട്ട് തന്നെ ശ്രദ്ധിക്കുന്ന രണ്ട് വിഷയം പറഞ്ഞു. ഒന്ന്, ഞാൻ മരിക്കുമെന്നും ഇത് അനന്തര സ്വത്താണ്, ഞാൻ മരിക്കുന്നു, ഇത് നിങ്ങൾ ഓഹരി വെച്ചെടുക്കണം. ആയിഷ, നിങ്ങളുടെ ഉമ്മയുടെ എന്റെ സഹഭാര്യയായ നിങ്ങളുടെ ഉമ്മയുടെ കൂടെ കഴിയുന്ന ഇബ്നത്തു ഖാരിജ എന്നവര് ഗർഭിണിയാണ്. അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മോളോട്, നിങ്ങളുടെ സഹോദരിയോടും അവർക്കും നിങ്ങൾ സ്വത്തോഹരി വെച്ചു കൊടുക്കണമേ എന്ന് ജനിക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അള്ളാഹു നൽകുന്ന കശ്ഫായിരുന്നു, ഇൽഹാമായിരുന്നു. വഫീഹി കറാമതാനി, താജുദ്ദീൻ സുബ്കി റഹ്മഹുല്ലാഹ് ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, രണ്ട് കറാമത്തുകളാണ് ഇവിടെ ഉള്ളത് സിദ്ദീഖ് തങ്ങൾക്ക്. ഒന്ന്, അനന്തരമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ രോഗത്തിൽ വഫാത്താകുന്നു. രണ്ടാമത്തേത്, ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പെൺകുട്ടിയാണ്. ഇത് രണ്ടും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹുജ്ജത്തുല്ലാഹി അലൽ ആലമീൻ എന്ന കിതാബിൽ ശൈഖ് യൂസുഫ് അൻ-നബ്ഹാനി സംഭവം പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ തന്നെ പറഞ്ഞുവല്ലോ, ലഖദ് കാന ഫീ മൻ ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളിലുണ്ട് മിനൽ ഉമമി നാസുൻ മുഹദ്ദസൂൻ, അല്ലാഹുവിൽ നിന്ന് ഇൽഹാമുകൾ സ്വീകരിക്കുന്ന ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫഇയകു ഫീ ഉമ്മതി അഹദുൻ ഫഇന്നഹു ഉമർ, അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. നഹാവന്തിൽ കടന്ന രംഗം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തായിരുന്നത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് നഹാവന്തിൽ യുദ്ധത്തിന് പോയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായിയായിരുന്ന സാരിയ ബിൻതു സലീം അൽ ഖൽജി റളിയല്ലാഹു അൻഹുവിന് വിജയമുണ്ടായത് മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ഉമർ തങ്ങൾ പറയുന്ന വാക്കാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, പർവ്വതം നോക്കണം സാരിയ. ഇറാനിലാണ് സംഭവം, മദീന ജസീറത്തുൽ അറബിലാണ്. അവിടെ നിന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് നോക്കി പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ കറാമത്താണ്. സ്വഹാബത്തിന്റെ എത്രയോ സംഭവങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങൾ അല്ലാമ ഇബ്നു അസാകിർ മഹാനവറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇൻ കാന അർറജുലു ലയുഹദ്ദിസു ഉമർ ബിൽ ഹദീസ്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഏതെങ്കിലും ഒരാൾ വന്ന് വല്ല വർത്തമാനവും പറയുകയാണെങ്കിൽ ഫയക്ദിബുൽ കിദ്ബ, നുണ പറയുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയും ഇഹ്ബിസ് ഹാദിഹി, അതവിടെ വെച്ചേക്ക്. എന്നിട്ട് കാര്യം പറയും. ഇടക്ക് നുണ പറഞ്ഞാൽ ഉടനെ പറയും ഇഹ്ബിസ് ഹാദിഹി, അത് പറയേണ്ട നുണയാണ്. പിന്നെ കാര്യം പറയും. അങ്ങനെ അവസാനം വന്നാള് പറയും, ഉമർ എന്നവരെ ഞാൻ ആ പറഞ്ഞതെല്ലാം സത്യമാണ്, എന്നോട് നിങ്ങൾ മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ, പിടിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, അത് നുണ തന്നെയായിരുന്നു. പറയുമ്പോഴേക്കും കാണും ഉമർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഫഇന്നഹു മിനൽ മുകല്ലമീൻ. ഒരുപാട് സംഭവങ്ങളുണ്ട്, സമയം വൈകിയത് കൊണ്ട് സ്വഹാബത്തിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഖലീഫമാരിലൂടെ നൽകി, അവിടത്തിന് ശേഷം ആരിഫീങ്ങൾക്ക് കൈമാറുന്നു. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന മുഹമ്മദ് ഇബ്നുൽ ഹസൻ റഹിമഹുല്ലാ, രണ്ടുപേരും പരിശുദ്ധമായ മക്കയുടെ ഹറമിൽ നിൽക്കുന്നു. നല്ല രസകരമായ ഒരു സംഭവം. ഇവരൊക്കെ ഫിറാസത്തിന്റെ അഹ്ലുകാരാണ്. മുഖത്ത് നോക്കി അങ്ങനെ കാര്യം മനസ്സിലാവും. അങ്ങനെയാണ് മഹാനായ കന്യാല മൗല റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിറ എത്രയോ കാര്യങ്ങൾ അങ്ങനെ പച്ചയിൽ നോക്കി പറഞ്ഞിട്ടില്ലേ, എത്ര ആളുകളോട്, എത്രയായിരം അനുഭവങ്ങൾ. ഒറ്റ കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. മഹാനായ മൗല അവറുകളൊക്കെ ആരെങ്കിലും മനസ്സിലാക്കാൻ വൈകിപ്പോയത് കൊണ്ടോ, മനസ്സിലായിട്ട് തജാഹുല് ചെയ്തിട്ട് മനസ്സിലാവാത്ത പോലെ നടിച്ചതുകൊണ്ടോ മഹാനവറുകളെ പറ്റി ചീത്ത പറയുകയോ അല്ലെങ്കിൽ മഹാനവറുകളെ പറ്റി പറയാൻ പാടില്ലാത്തത് എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അവരുടെ ആഖിബത്തൊക്കെ കണ്ടറിഞ്ഞ് കാണേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം അവരൊക്കെ ഇൽഹാമിന്റെയും കശ്ഫിന്റെയും ആളുകളായിരുന്നുവെന്ന് ആയിരക്കണക്കിന് സജ്ജനങ്ങളുടെ, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളുടെ ഷഹാദത്താണ്. അവര് സാക്ഷി പറയാൻ. അള്ളാഹു ആ കഴിവ് യുഗാന്തരങ്ങളിലൂടെ കൈമാറിയിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നുൽ ഹസൻ റഹിമഹുല്ലാ, കാന ബിഫിനാഇൽ കഅബ, കഅബയുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കാൻ. ആ സമയത്തുണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ബാബിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നു വരുന്നു. അപ്പോ ഇമാമുന ശാഫിഈ തങ്ങളും കൂട്ടുകാരനും ഒരാൾ പറഞ്ഞു, അയാളെ കണ്ടിട്ട് ഒരു ആശാരിപ്പണി എടുത്ത ആളെ പോലെ ആശാരിയാണെന്ന് തോന്നുന്നു.
മുഹമ്മദ് ബിൻ ഹസൻ എന്നവർ പറഞ്ഞു, ആളെ കണ്ടിട്ട് കൊല്ലനാണെന്ന് തോന്നുന്നുണ്ട്. ഏത് ഇരുമ്പിന്റെ പണിയെടുക്കുന്ന ആളാണ്, ഹദ്ദാദാണ്, ബ്ലാക്ക് സ്മിത്ത് ആണ്. മറ്റേ പറഞ്ഞു കാർപ്പന്റർ ആണ്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു കാർപ്പന്റർ ആണ്. മുഹമ്മദ് ബിൻ ഹസൻ തങ്ങൾ പറഞ്ഞു എന്ത്, ആള് കൊല്ലനാണെന്ന് പറഞ്ഞു. അത് കേട്ടുന്ന ഒരാൾ ഇയാളുടെ ഓടിച്ചത്, അല്ല നിങ്ങൾക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ കുന്തു നജ്ജാറൻ വഅനൽ യൗമ ഹദ്ദാദ്, ഞാന് കാർപ്പന്റർ ആയിരുന്നു, മരപ്പണിക്കാരനായിരുന്നു, ഇപ്പോ കൊല്ലപ്പണിക്കാരനാ. സുബ്ഹാനല്ലാഹ്. രണ്ട് ഇമാമിയങ്ങൾ നോക്കി പറഞ്ഞത് രണ്ടും ശരിയായിരുന്നു. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു നജ്ജാർ, മരപ്പണിക്കാരനാണ്, ആശാരിയാണ്. മുഹമ്മദ് ബിൻ ഹസൻ റഹിമഹുല്ല പറഞ്ഞു ഹദ്ദാദ. രണ്ടും ശരിയായിരുന്നു. ഒരുപാട്. ദഖൽതുൽ മസ്ജിദൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് ഞാൻ ചെന്നു എന്ന് അബൂ സഈദ് അൽ ഖറാസ് റഹിമഹുല്ല. അവിടെ ഒരു ഫഖീറായ മനുഷ്യൻ കിടക്കുന്നുണ്ട്. അലൈഹി ഖിർഖതാൻ, അള്ളാഹുവിന്റെ ത്വരീഖത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ ദുനിയാവിൽ നിന്ന് സുഹുദ് ചെയ്തവരാണ്, പരിത്യാഗം ചെയ്തവരാണ്. അലൈഹി ഖിർഖതാനി, രണ്ട് ഏതോ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് രണ്ട് വസ്ത്രകഷ്ണവുമായി ഒരു ഫഖീറായ മനുഷ്യനെ ഞാൻ മസ്ജിദുൽ ഹറാമിൽ കണ്ടു. അബൂ സഈദ് അൽ ഖറാസ് റഹിമഹുല്ല പറയാ, അങ്ങനെ കണ്ടപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇവരൊക്കെ മുസ്ലിം ഉമ്മത്തിന് ഭാരമല്ലേ? ഫക്കീറായി നടക്കും, ഇവർക്ക് തിന്നാൻ മുസ്ലിമീങ്ങൾ കൊടുക്കണ്ടേ? ഇവരുടെ കാര്യം മക്കളെ കെട്ടിക്കാൻ മുസ്ലിമീങ്ങൾ ചെയ്യണ്ടേ? ഇങ്ങനെ നടന്നാ കുടുംബം നോക്കാൻ കഴിയോ? ഇവരൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഭാരമല്ലേ എന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. അയാൾ എന്നെ വിളിച്ചു, നാദാനി, ഇവിടെ വാന്ന് പറഞ്ഞു, ഒരു ആയത്ത് ഓതി തന്നു. വഅലമൂ അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂഹ്. വഅലമൂ, അറിയണമേ, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ നിങ്ങൾ പറയുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. ഫഹ്ദറൂഹ്, അതുകൊണ്ട് അല്ലാഹനെ പേടിച്ചോളൂ. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചിട്ടേ ഉള്ളൂ, ഇയാളെ പോലുള്ള മുസ്ലിമീങ്ങൾക്ക് ഭാരല്ലേ? അപ്പോഴേക്കും അല്ലാഹനെ പേടിച്ചോ. കൽബിൽ പറയണൊക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. ഉടനെ ഞാൻ തുബുത്തു, അല്ലാഹുവേ പുറത്തു തരണേ, എന്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹം അല്ലാഹു അടിമകളുടെ തൗബ സ്വീകരിക്കുന്നവനാണല്ലോ. ഞാൻ തൗബ ചെയ്തത് പറഞ്ഞു, ഞാൻ മനസ്സിലായി വിചാരിച്ചത് പറഞ്ഞു. ഇതുകൊണ്ടൊന്നും ശിർക്ക് ചെയ്യാന്നല്ല ഇതിന്റെ അർത്ഥം. അല്ലാഹു കൊടുക്കുന്ന കശ്ഫ് കൊണ്ടവർ പറയാണ്. അള്ളാഹുവിന്റെ കഴിവൊരു മനുഷ്യനില്ല. അത് നമ്മുടെ അഖീദയാണ്, ശരീഅത്താണ്. ഇമാമുന മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവറുകളും അവരെ പോലെയുള്ള ആളുകളൊക്കെ, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല, കുല്ലു ഹഖീഖത്തിൻ ലാ തശ്ഹദു ലഹ ശരീഅ ഫഹിയ സിൻദഖ. ഏത് ഹഖീഖത്തും, ത്വരീഖത്തോ ഹഖീഖത്തോ, ഏത് ഹഖീഖത്തും ലാ തശ്ഹദു ലഹ ശരീഅ, ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കാത്തത് ഫഹിയ സിൻദഖ, ഇസ്ലാം എന്ന് പുറത്താണ്. തുർഇലൽ ഹഖ് അസ്സ വജൽ ബിജനാഹിൽ കിതാബി വസ്സുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചിറകുകളിലായി അല്ലാഹുവിലേക്ക് നീ പറന്നേക്കണം എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ. വദ്ഖുൽ അലൈഹി വയദുക ഫി യദി റസൂലില്ലാഹ്, നിന്റെ കൈ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നോളൂ. ഈ ത്വരീഖത്തിന്റെയും തസവുഫിന്റെയും അടിസ്ഥാനം ശരീഅത്തുല്ലാഹ് അൽ കിതാബ് വസ്സുന്നഹ്, അല്ലാഹുവിന്റെ ഖുർആനും തിരുനബിയുടെ സുന്നത്തും തന്നെയാണ്. അതിനെ വിഭിന്നമായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തസൗഫിനെയോ അതിന്റെ ഉലമാഇനെയോ അല്ല ചീത്ത പറയേണ്ടത്. മുസ്ലിമാണെന്ന് പറഞ്ഞ് കള്ളുടിക്കുന്നവരില്ലേ? അതുകൊണ്ട് ഇസ്ലാം മോശാന്ന് പറയാൻ പറ്റുമോ? മുസ്ലിമായിട്ട് കള്ളുടിക്കുന്നവരില്ലേ? മുസ്ലിമായിട്ട് എന്തെല്ലാം ദുൽമ് ചെയ്യുന്നവരുണ്ട്, എന്തെല്ലാം അക്രമം ചെയ്യുന്നവരുണ്ട് എന്ന് വിചാരിച്ച് ഇസ്ലാമിനെ എതിർക്കാൻ പറ്റുമോ? അപ്പോ ഈ ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെയും ഒക്കെ അടിസ്ഥാനം അല്ലാഹുവിന്റെ കിതാബും സുന്നത്തും തന്നെയാണ് എന്ന് ആര് പറഞ്ഞു? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ മഹാനവറുകൾ തസൗഫിന്റെ വിഷയം വിവരിച്ചെടുത്ത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, തർക്കുൽ ഇബാദാത്തിൽ മഫ്റൂദത്തി സിൻദഖ, അല്ലാഹു തആല ഫർളാക്കിയ നിർബന്ധമാക്കിയ ഫർളായ ഇബാദത്തുകൾ ഉപേക്ഷിക്കുന്നതും ഇസ്ലാമിന് അന്യമാണ്. വർത്തികാബുൽ മഹ്ദൂറാത്തി മഅസിയ, തിന്മകൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ലാ തസ്ഖുതുൽ ഫറായിദു അൻ അഹദിൻ ഫീ ഹാലിൻ മിനൽ അഹ്വാൽ, ബുദ്ധിയുള്ള മുകല്ലഫായ മനുഷ്യൻ, സ്വബോധമുള്ള മുകല്ലഫായ ബാലിഗായ മനുഷ്യന് അല്ലാഹു നിർബന്ധമാക്കിയ ഒരു ഫർളുമില്ലാതെയാവില്ല. ഒരാൾ നിസ്കരിക്കാതിരിക്കുന്നത്, തസൂഫിന്റെ മാർഗത്തിലേക്ക് കടന്ന ഒരു മനുഷ്യൻ ആഖിലും ബാലിഗും മുകല്ലഫുമാണെങ്കിൽ അവർ നിസ്കരിച്ചിരിക്കും. പിന്നെ അവർക്ക് ഗൈബൂബത്തിന്റെ ഹാലാണ്, സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
തക്ലീഫ് നീങ്ങിക്കഴിഞ്ഞ അവസ്ഥകൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ചല്ല. അല്ലാതിരുന്നാൽ നിസ്കാരം ഒഴിവാകുന്നില്ല, നോമ്പ് ഒഴിവാകുന്നില്ല, സക്കാത്ത് ഒഴിവാകുന്നില്ല. ഇസ്ലാമിന്റെ ഫർളുകളും ഹബീബായ തങ്ങളുടെ സുന്നത്തുകളും എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് തസൗഫിന്റെ മാർഗം മുന്നോട്ട് പോകുന്നത്. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മഹുല്ലാ ഉസൂലുനാ സബ്അതു അഷ്യാ, തസൗഫിന്റെ അടിസ്ഥാനം 7 വിഷയങ്ങളാണ് എന്ന് ബഹുമാനപ്പെട്ടവർ തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഈ ഇൽമിന്റെ അഹ്ലുകാരായ ആലിമീങ്ങൾ എന്ത് പറഞ്ഞു ഈ ഇൽമിനെ കുറിച്ച് എന്ന് പരിശോധിക്കണം. അതറിയാതെ ഏതെങ്കിലും കള്ളത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ഈ ഇൽമിനെയും ഈ പ്രസ്ഥാനത്തെയും അള്ളാഹുവിന്റെ വഴിയിലേക്കുള്ള ത്വരീഖത്തിനെയും നമുക്ക് എതിർക്കാൻ പാടുള്ളതല്ല. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മഹുല്ലാ ഉസൂലുനാ സബ്അതു അഷ്യാ, 7 വിഷയങ്ങളിലാണ് തസൗഫ് കിടക്കുന്നത്. അത്തമസ്സുകു ബികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ ഖുർആൻ. വൽഇഖ്തിദാഉ ബിസുന്നതി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്. വഅക്ലുൽ ഹലാലി വകഫുൽ അദാ, ഹലാൽ തിന്നുകയും ഉപദ്രവം ചെയ്യാതിരിക്കുകയും, വജ്തിനാബുൽ ആഥാം, തെറ്റ് ചെയ്യാതിരിക്കുകയും, വത്തൗബ വഅദാഉൽ ഹുഖൂഖ്, തൗബ ചെയ്യുകയും ഹക്കടപാടുകൾ കൃത്യമായി കൊടുത്തുവിട്ടുകയും ചെയ്യാം. മഹാനായ ഇമാമുന സുലമി ബഹുമാനപ്പെട്ടവർ തബഖാത്തു സുഫിയയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നു. ഈ വിഷയങ്ങളിലൂടെയാണ് സത്യസന്ധമായ തസൗഫ് കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കശ്ഫുകൾ നൽകി. ഖൈറുൻ നസ്സാജ് റഹ്മഹുല്ലാഹ് ഗസാലി ഇമാമിന്റെ ശൈഖാൻ മഹാനവറുകൾ, കുൻതു ജാലിസൻ ഫീ ബൈതി, ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു ജുനൈദുൽ ബഗ്ദാദി എന്റെ വീടിന്റെ മുമ്പിലുണ്ട്. കണ്ടിട്ടല്ല, മനസ്സിൽ ഇങ്ങനെ തോന്നി. അതുണ്ടാവില്ല, ജുനൈദുൽ ബഗ്ദാദി എങ്ങനെ എന്റെ വീട്ടിലേക്ക് ഇപ്പൊ വരിക? അതുണ്ടാവില്ല. രണ്ടാമതും മൂന്നാമതും എന്റെ മനസ്സ് തന്നെ പറയുന്നു ജുനൈദുൽ ബഗ്ദാദി വീട്ടുമുറ്റത്തുണ്ട്. ആര് പറയാ? ഖൈറുൻ നസ്സാജ് റഹ്മഹുല്ലാഹ് ഗസാലി ഇമാം പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയ കർമ്മശാസ്ത്ര ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഞാൻ നടത്തിയ അവഗാഹമുള്ള എന്റെ ഇൽമിനപ്പുറം ശരീഅത്തുൽ ഇസ്ലാം ഉണ്ടാവാനിടയില്ല. പക്ഷേ മഹാനായ ഖൈറുൻ നസ്സാജ് റഹ്മഹുള്ളയുടെ കൂട്ടത്തിൽ തർബിയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഇതിന്റെ രുചി എനിക്ക് മനസ്സിലായത്. ഞാൻ ആ കഴിച്ചുകൂട്ടിയതൊക്കെ വൃഥാവിലായിപ്പോയോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു എന്നൊക്കെ ഗസാലി ഇമാം പറയാൻ കാരണം ഈ മഹാന്റെ കൂടെ കൂടിയതാണ്. അപ്പോ 2-3 തവണ ചിന്ത വന്നപ്പോ ഞാനൊന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ നോക്കുമ്പോ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വാതിലിന്റെ മുമ്പിലുണ്ട്. എന്നോട് പറഞ്ഞു, ലിമലം തഖ്റുജ് മഅൽ ഖാതിറിൽ അവൽ, ആദ്യം തോന്നിയില്ലേ എന്തേ അപ്പം വാതിൽ തുറക്കാതിരുന്നത്? സുബ്ഹാനല്ലാഹ്, ആദ്യം തോന്നിയില്ലേ ഞാൻ അവിടെ ഉണ്ട്, എന്തേ അന്നേരം വാതിൽ തുറക്കാതിരുന്നത് എന്നോട് ജുനൈദുൽ ബഗ്ദാദി ചോദിച്ചു റഹ്മഹുല്ലാഹ്. അപ്പൊ ഇതിന്റെയൊക്കെ തുടർച്ചയാണ് മഹാനവറുകളുടെ കറാമത്തോ മഹാനായ മൗല അവറുകളുടെയോ മഹാനായ ശൈഖ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ് അവരുടെയോ ഒക്കെ അനുഭവങ്ങളിൽ മറ്റു മശായിഖന്മാർ നമ്മൾ കേൾക്കുന്ന കറാമത്തുകളോ മറ്റു ഇൽഹാമുകളോ നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാർക്ക്, ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക്, തസൗഫിന്റെ ഉലമാഇന് അല്ലാഹു നൽകുന്ന ഇൽഹാമുകളിലേക്ക് ചേർത്ത് വായിക്കണം. ഇതൊന്നും ലോകത്ത് പുത്തിരിയല്ല, ഇതൊന്നും ഇപ്പൊ മുളച്ച സംഗതിയല്ല. മുമ്പേ ഉള്ളത് സ്വഹാബത്തിലൂടെ, അഷ്റഫുൽ ഖൽഖിലൂടെ, താബിഈങ്ങളിലൂടെ ഇങ്ങോട്ട് കടന്നു വന്നത്. ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് പറയും, മഹാനവറുടെ മുമ്പിൽ ഒരു നസ്രാനി, ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ വന്നിരിക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടുത്തെ ജുമുഅത്ത് പള്ളിയിൽ നിസ്കരിച്ചു. അവിടെ ആളുകൾക്ക് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുറത്തുനിന്ന് വന്നിട്ട് ഒരു നസ്രാനിയായ മനുഷ്യൻ ചോദിച്ചു, അയ്യുഹ ശൈഖ്, ശൈഖ് അവറുകളെ, മാ മഅനാ ഹദീസ് ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. ഇമാം തുർമിദി തങ്ങളെ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് ചോദിക്കും. ഒരാൾ ചോദ്യം ചോദിക്കുന്നു. ഇപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ ഇടതിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം, ഒരാൾ ചോദ്യം കൊടുത്തയച്ചു. ഇത് കൊടുത്തത് മുസ്ലിമോ പെട്ടെന്ന് അറിയില്ലല്ലോ. ജുനൈദുൽ ബഗ്ദാദിയോടെ ഈ ചോദ്യത്തിന് ഹദീസിനെ പറ്റിയാ ചോദിക്കുന്നത്. ജുനൈദ് റളിയല്ലാഹു അൻഹു തലങ്ങട് താഴ്ത്തിയിട്ട് തലപൊക്കി, അസ്ലിം ഫഖദ് ജാഅ വഖ്തു ഇസ്ലാമിക, എടോ നീ മുസ്ലിം ആയിക്കോ, നിനക്ക് മുസ്ലിം ആവാൻ നേരായിട്ടുണ്ട്. ഫഅസ്ലമൽ ഗുലാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നീ ക്രിസ്ത്യാനിയാണെന്നും നീ മുസ്ലിം അല്ല എന്നും എനിക്ക് മനസ്സിലായി എന്നതിന്റെ അർത്ഥം. അതങ്ങ് പേര് ചോദിക്കുന്നതിന്റെ മുമ്പ് നാട് ചോദിക്കാതെ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആയിരക്കണക്കായ കശ്ഫുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സംഭവങ്ങൾ. നമ്മുടെ സമയം വൈകിയത് കൊണ്ട് ചുരുക്കി പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തുക്കളുടെ വഴിയിലൂടെ ജീവിച്ച്
അള്ളാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് നമ്മുടെ ഖൽബിലേക്ക് കിട്ടത്തക്ക രീതിയിൽ തർബിയത്തിന്റെ മഹാന്മാരുടെ കൂടെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് അടുക്കാനുള്ള മാർഗം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരട്ടെ. ഓരോരുത്തർക്കുമായി കൊടുത്തിട്ടുണ്ട്. മഴയില്ല, ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽജിബാലി വമനാബിതിശ് ശജർ. ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് അല്ലാഹുവിന്റെ മശായിഖന്മാരും സാദാത്യങ്ങളും മൗലിയാവും അനുസ്മരിക്കപ്പെടുന്ന ഒരു ഫضലുള്ള ശ്രേഷ്ഠതയുള്ള ബറക്കത്തുള്ള മജ്ലിസിലാണ് റബ്ബേ നീ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ اللهم على الآكام والجبال ومنابت الشجر. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തആല അൻഹു നബിയിൽ നിന്ന് അമൽ വാങ്ങിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണ് അത്ഭുതം. ഇമാമുന തബറാനി തങ്ങളും ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹിം ബിഇസ്നാദിൻ ഹസനിൻ, ഹസനായ സനദിലൂടെ റിപ്പോർട്ട് ചെയ്ത തള്ളിക്കളയാൻ പറ്റാത്ത ഹദീസ്. അതുകൊണ്ടാണ് ഔലിയാഇന്റെ പരമ്പര ഇങ്ങനെ പോകുമ്പോ ആ പരമ്പര എത്തിച്ചേരുന്നത് അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഷാദുലി ത്വരീഖത്തിന്റെ അല്ലെങ്കിൽ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ത്വരീഖത്തിന്റെ കടന്നു ചെല്ലുന്നത് മിക്കവാറും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലേക്കാണ്, അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അലി റളിയല്ലാഹു തആല അൻഹുവാൻ അവരാണ് നബി തങ്ങളിലേക്കുള്ള ലിങ്ക്. ഇബ്നു അബ്ബാസ് എന്നവരുണ്ട്, അബൂ ഹുറൈറ തങ്ങളൊക്കെ ഉണ്ട്, വേറെയും സ്വഹാബിമാരുണ്ട്. എന്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു? കാരണം ഇതാണ്. അലി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സഅലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി, അല്ലാഹുവിന്റെ റസൂലിനോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അഖ്റബി തുറുഖി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും എളുപ്പമെത്താനുള്ള വഴി നബിയെ അങ്ങനെക്ക് പറഞ്ഞു തരണം. വഅസ്ഹലിഹാ അലാ ഇബാദിഹി, അല്ലാഹുവിന്റെ ഇബാദുകൾക്ക് പ്രയാസമില്ലാത്ത എളുപ്പമുള്ള വഴി പറഞ്ഞു തരണം നബിയെ. വഅഫ്ളലിഹാ ഇൻദഹു തആല, എന്നാൽ അല്ലാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ വഴിയും ഏതാണെന്ന് ഒന്ന് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞപ്പോ ഫഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞു, അലൈക ബിമുജാവമതി ദിക്രില്ലാഹി സിർറൻ വജഹ്റാ, മെല്ലയും ഉറക്കയുമായി എപ്പോഴും അല്ലാഹു ദിക്റ് ചൊല്ലൂ അലിയേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ. എപ്പോഴും ദിക്റ് ചൊല്ലിയേക്കണം. അതാണ് അല്ലാഹുവിലേക്ക് എളുപ്പമുള്ള വഴി, ആളുകൾക്ക് പ്രയാസമില്ലാത്ത വഴി, അല്ലാഹുവിന്റെ അടുക്കത്തെ ശ്രേഷ്ഠമായ വഴി. എന്നോട് ദിക്റ് ചൊല്ലാൻ പറഞ്ഞു, സിർറൻ വജഹ്റ, മെല്ലയും ഉറക്കയും ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അലി തങ്ങൾ പറഞ്ഞു, കുല്ലുന്നാസി ദാകിറൂന, നബിയേ നബിയേ എല്ലാവരും ദിക്ർ ചൊല്ലുന്നവരാണല്ലോ നബിയേ. ഫഹുസ്സനി ബിശൈഇൻ, എനിക്ക് പ്രത്യേകമായ ഒരു ദിക്ർ നബിയേ അങ്ങ് തരണം, അങ്ങ് തരണം. എല്ലാവരും ദിക്ർ ചൊല്ലുന്നുണ്ടല്ലോ, എനിക്ക് പ്രത്യേകമായ ഒരു അമൽ അങ്ങ് തരണം നബിയേ. ഫഹുസ്സനി ബിശൈഇൻ, നബി തങ്ങൾ പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി, ഞാനും എന്റെ മുമ്പ് വന്നു പോയ നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ എല്ലാവരും ദിക്ർ ചൊല്ലുന്നവരല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് പ്രത്യേകമായൊരു ദിക്ർ അങ്ങ് തരണം നബിയെ. ഫഖുസ്സനി ബിശൈഇൻ, എനിക്ക് പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞു തരണം അങ്ങ്. അപ്പോഴാ നബി ഞങ്ങൾ പറയുന്നത്, അലിയെ ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലൗ അന്നസ് സമാവാതി വൽ അർളീന ഫീ കിഫ്ഫ,
ആകാശഭൂമികളെല്ലാം തുലാസിന്റെ ഒരു തട്ടിലും വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ്ഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലുമാണെങ്കിൽ റജഹത് ബിഹിം, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് കനം തൂങ്ങുകയേ. വലാ തഖൂമുസ് സാഅ വലാ തഖൂമുൽ ഖിയാമ വഅലാ വജ്ഹിൽ അർളി മൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന ഒരു മനുഷ്യനെങ്കിലും ഭൂമി ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ ഖിയാമത്ത് നടക്കുകയില്ല അലിയേ. ഇത് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫകൈഫ അദ്കുറു, എങ്ങനെയാണ് നബിയെ ഞാൻ ദിക്ർ ചൊല്ലേണ്ടത്, എങ്ങനെയാണത് ചൊല്ലേണ്ടത്? ഉണ്ടല്ലോ ശൈഖന്മാർ പറഞ്ഞു തരും, ഇത്രയും എണ്ണം, ഇന്ന സമയം, ഇന്ന നേരത്ത്. മഹാനായ അലി തങ്ങൾ ചോദിച്ചു, നബിയെ കൈഫ അദ്കുറു, എങ്ങനെയാണ് ഞാൻ ആ ദിക്ർ ചൊല്ലേണ്ടത്? ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഗമ്മിദ് ഐനൈക, നിങ്ങളുടെ രണ്ട് കണ്ണുകളും നിങ്ങൾ ചുമ്മുക. വസ്മഅ മിന്നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് സലാസ മറാത്തിൻ, രണ്ട് കണ്ണും ചിമ്മി ഞാൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 തവണ നിങ്ങൾ കേൾക്കണം. സുമ്മ ഖുൽഹാ സലാസൻ വഅന അസ്മഉ, എന്നിട്ട് ഞാൻ കേൾക്കത്തക്ക 3 തവണ നിങ്ങൾ ചൊല്ലുകയും ചെയ്യണം. സുമ്മ ഫഅല ദാലിക ബിറഫഇ സൗതി, ഉച്ചത്തിൽ അലി റളിയല്ലാഹു അൻഹു ആ ദിക്ർ 3 തവണ ഹബീബിന് ചൊല്ലിക്കൊടുത്തു. നബി തങ്ങൾ 3 തവണ അലി തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. ഈ രീതിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി